മലബാർ സൈഡിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽസിൽ ഒന്നാണ് കടലുണ്ടി വാവുത്സവം. തുലാമാസത്തിലെ കറുത്തവാവ് ദിവസമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള എഴുന്നള്ളിപ്പ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വാവുത്സവം എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 1 വീക്കോളം ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ 3-ാമത്തെ ദിവസമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നെങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ റഷ് ഉണ്ടായിരുന്നു. ഈ ഒരു ഉത്സവത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 1.5-2 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഫുഡ് സ്റ്റോളാണ്. ഫുഡ് സ്റ്റോൾ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ഐറ്റത്തിൻ്റെയും സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ഇവിടെ ഉത്സവം നടക്കുന്ന ക്ഷേത്രം. ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർമ്മ വരുന്ന സാധനമാണ് ഈ കാണുന്ന ജെയിൻറ്റ് വീൽ. മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഒരുപാട് ഫുഡ് സ്റ്റോളുകൾ കാണാൻ പറ്റുമായിരുന്നു. ഇതുപോലത്തെ ബജ്ജിക്കടകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മുളക് ബജ്ജി ആയിരുന്നു. പേഴ്സണലി എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് കോളിഫ്ലവർ ഫ്രൈ എൻ്റെ ഫേവറേറ്റ് ആയതിനെക്കൊണ്ടും ഞാൻ ഫസ്റ്റ് വാങ്ങിയത് കോളിഫ്ലവർ ആയിരുന്നു. ചൂടോടെ കിട്ടിയതുകൊണ്ട് തന്നെ സാധനം അടിപൊളിയായിരുന്നു. മുന്നോട്ടേക്ക് നടന്നപ്പോൾ കണ്ട ഫസ്റ്റത്തെ ഐറ്റം ആയിരുന്നു ഈ ഓല കൊണ്ട് മെടഞ്ഞ ഐറ്റംസ് വിൽക്കുന്ന ഈ ഒരു സ്റ്റോള്. ഈ കാണുന്ന ഈ ഒരു ഡോള് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നൊസ്റ്റാൾജി അടിച്ചു. ഇതിൻ്റെ പല ഷെയ്ഡുള്ള ബൊമ്മകൾ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. ഓൾസോ ഈ ഒരു ബോട്ടും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഉപ്പിലിട്ട ഐറ്റംസ് എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സാധനം കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അതന്നെ വാങ്ങി അങ്ങോട്ട് ട്രൈ ചെയ്തു. നല്ല സ്പൈസി ആയിട്ടാണ് അവിടുത്തെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിന് ഇത്ര എരുണ്ടാവുമെന്ന് ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല. എരിഞ്ഞിട്ട് വയ്യായിട്ട് ഒരു കുൽക്കി സർബത്ത് വാങ്ങി കുടിച്ചിട്ടും എരു തീരായിട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഐസ്ക്രീം സ്റ്റോളിൽ കയറിയിട്ട് കുറച്ച് ഐസ് പോപ്സ് വാങ്ങി കഴിച്ചു. ഫിഗാണ് ഫസ്റ്റ് ഞങ്ങൾ കഴിച്ച ഫ്ലേവർ, പക്ഷേ സാധനം അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് വാട്ടർമെലൺ ഫ്ലേവറിലുള്ളൊരു ബാറായിരുന്നു. പക്ഷേ ആക്ച്വലി ആ ഐറ്റം അത്ര പോരായിരുന്നു. എനിക്ക് തീരെ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഒരു ഏരിയ നിറച്ചുണ്ടായിരുന്നതാണ് ഈ തത്തേനെ കൊണ്ട് ഷീറ്റ് എടുപ്പിച്ചിട്ട് കാട് നോക്കി പറയുന്ന ഈ ഒരു സംഭവം. കൂടുതൽ ശരിക്കും ഈ തത്തയുണ്ടോ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് കുങ്കുമവും കളവും ഒക്കെ ഇങ്ങനെ ചെപ്പിലാക്കി വിൽക്കുന്നവർ, എനിക്ക് കണ്ട സമയത്ത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് ഈ കാണുന്ന മിനി ക്യാഷ്. ഉത്സവ സീസണിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു കട്ടി ജിലേബിയും അരിമുറുക്കും ഉത്സവ പലഹാരങ്ങളും എല്ലാ കോംബോയും. അങ്ങനെ അതിൽ കുറച്ച് ഐറ്റം വീട്ടിലേക്ക് കൂടി വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.